ഒരാളെയും നിസ്സാരനായി കാണാതിരിക്കുക എന്നതായിരുന്നു പ്രവാചകന്റെ വിജയമന്ത്രങ്ങളിലൊന്ന്. മക്കയിൽ പ്രബോധനത്തിന് അനുകൂലമായ സാഹചര്യമല്ല എന്ന് മനസ്സിലാക്കി പ്രവാചകൻ മറ്റുള്ള ആളുകളിലേക്ക് തന്റെ സന്ദേശവുമായി എത്തുകയാണ്. മദീനക്കാരുമായി ആദ്യമായി സംഭാഷണം നടത്തുന്ന ഘട്ടം. പ്രവാചകന്റെ കൂടെ അവിടുത്തെ പിതൃവ്യനായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവുമുണ്ട്. മദീനക്കാരുമായി നേരത്തെ വാണിജ്യബന്ധങ്ങളുള്ള ആളാണ് അദ്ദേഹം. പക്ഷേ അവരിലൊരാളെയും മദീനക്കാരുടെ കൂട്ടത്തിൽ അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞില്ല. കാരണം ബുആസ് യുദ്ധത്തെ തുടർന്ന് മരിച്ചുപോയിരുന്നു ആ കാരണവന്മാരൊക്കെ. അദ്ദേഹം സംശയിച്ചു, ഈ ചെറുപ്രായത്തിലുള്ള കുട്ടികൾ എങ്ങനെ മുഹമ്മദിന് സംരക്ഷണം കൊടുക്കും? അത് അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്തു പ്രവാചകനോട്. കുട്ടികളെ അല്ലാതെ ആരെയും ഞാൻ ഈ കൂട്ടത്തിൽ കാണുന്നില്ലല്ലോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. പക്ഷേ പ്രവാചകന്റെ നിലപാട് അതായിരുന്നില്ല. അദ്ദേഹം അവരിൽ ഭാവി കണ്ടു. അവരെ തന്റെ അനുചരന്മാരാക്കി വളർത്തിയെടുത്തു. ലോകം മുഴുവൻ ഒരു ദിശയിലും മദീനക്കാർ മറ്റൊരു ദിശയിലും സഞ്ചരിച്ചാൽ ഞാൻ മദീനക്കാരുടെ കൂടെ പോകുമെന്ന് പറഞ്ഞു പ്രവാചകൻ. അങ്ങനെയാണ് പ്രവാചകൻ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയത്, ലോകത്ത് വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിച്ചത്. നമുക്ക് പഠിക്കാനുള്ള പാഠം, ഒരാളെയും നിസ്സാരരായി കാണരുത് നമ്മുടെ പ്രബോധന മാർഗത്തിൽ എന്നതാണ്.